തീർച്ചയായും എന്തായാലും നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി വരാം. ഈ വാർത്തയിലടക്കം തുടർ വാർത്തകൾ വരും മണിക്കൂറുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറുന്ന ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കൽ ഓർഡിനൻസ് നിയമവകുപ്പിന്റെ പരിഗണനയിലാണ്. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം ഓർഡിനൻസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ആരോഗ്യ വകുപ്പ് ജോലിക്കാരുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന സർക്കാർ ഉറപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു KGMO, IMA ഒക്കെ സമരം അവസാനിപ്പിച്ചത്. സമയബന്ധിതമായി ഇത് നടപ്പാക്കിയില്ലെങ്കിൽ വീണ്ടും സമരത്തിലേക്കെന്ന് അവർ പറഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ട്. ബുധനാഴ്ച മന്ത്രിസഭാ യോഗം ചേരുകയാണ്. ഇതിലൊരു തീരുമാനത്തിൽ എത്തിയില്ലെങ്കിൽ വീണ്ടും സമരം നടത്തുമെന്ന IMA സംസ്ഥാന പ്രസിഡന്റ് നൂഹ് അടക്കം സുൽഫി അടക്കം നമ്മളോട് വ്യക്തമാക്കിയ സാഹചര്യമുണ്ടായിരുന്നു. സ്വാഭാവികമായും എന്താണ് മുന്നിൽ കാണേണ്ട സാധ്യത? മറ്റന്നാൾ മന്ത്രിസഭാ യോഗം ഉണ്ടാകുമല്ലോ, ഇതിലൊരു തീരുമാനം ഉണ്ടാകുമോ? നിലവിൽ നിയമവകുപ്പിന്റെ പരിഗണനയിലാണല്ലോ. തീർച്ചയായും വളരെ വേഗത്തിൽ നിയമ നടപടികൾ, അതായത് സാധാരണ ഒരു ഓർഡിനൻസ് ഇറക്കണമെങ്കിൽ അതിന് വലിയ സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകണം. ഇത്തരത്തിൽ ഈ 2012 ആരോഗ്യ സ്ഥാപനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ചുള്ള നിയമം 2012 ഇടുന്നത്. അതിൽ ഭേദഗതി വരുത്തി കൂടുതൽ കർശനമായ ഉപാധികൾ ചേർത്ത് പുതുതായി ഇറക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ആരോഗ്യവകുപ്പ് അതിൻ്റെ നിർദ്ദേശങ്ങൾ അത് കൃത്യമായി തയ്യാറാക്കി ഇപ്പോൾ നിയമവകുപ്പിന് നൽകിയിട്ടുണ്ട്. നിയമവകുപ്പിൻ്റെ കൂടി ഉപദേശം സ്വീകരിച്ച് നിയമവകുപ്പ് ഏതെങ്കിലും രീതിയിലുള്ള തിരുത്തലുകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങളും പരിശോധിച്ച് അവ തിരുത്തലുകൾ വരുത്തിയ ശേഷം വീണ്ടും ആരോഗ്യവകുപ്പ് ഇത് ക്യാബിനറ്റിലേക്ക് എത്തിക്കും. സാധാരണ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിയമ ഭേദഗതിയോ കൊണ്ടുവരണമെങ്കിൽ അതിന് ഇതുമായി ബന്ധപ്പെട്ട പബ്ലിക് ഹിയറിംഗ് നടത്തണം. അത് കരട് പ്രസിദ്ധീകരിക്കണം. കൂടാതെ കരടിന്മേൽ വീണ്ടും പബ്ലിക് ഹിയറിംഗും ഇത് ബാധിക്കുന്ന ആളുകൾ, അതായത് ആരോഗ്യ പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. പക്ഷേ അത്തരം സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ ഒന്നും കടന്നു പോകുന്നില്ല. പ്രത്യേക സാഹചര്യമാണ്. ഈ സാഹചര്യം കണക്കിലെടുത്ത് തന്നെയാണ് വളരെ പെട്ടെന്ന്, അതായത് കഴിഞ്ഞ ഡോക്ടർമാരുമായുള്ള ചർച്ചയിൽ മുഖ്യമന്ത്രി തന്നെ ഉറപ്പ് നൽകിയതാണ് അടുത്ത ക്യാബിനറ്റിൽ ഈ ഓർഡിനൻസ് ഭേദഗതി എത്തുമെന്നുള്ളത്. എന്തായാലും ആ ഓർഡിനൻസ് ഭേദഗതി എത്താനുള്ള അവസാന ഘട്ടം, അതായത് അവസാന നിയമ സാഹചര്യങ്ങൾ മാത്രം പരിശോധിക്കുകയാണ് നിലവിൽ ചെയ്യുന്നത്. ഏതെങ്കിലും നിയമവിരുദ്ധമായ അല്ലെങ്കിൽ നിയമത്തിന് സാധുത നൽകാൻ കഴിയാത്ത ഏതെങ്കിലും പരാമർശങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപാധികളോ ഈ നിയമത്തിൻ്റെ ഭേദഗതിയിൽ കടന്നു കൂടിയിട്ടുണ്ടോ എന്നുള്ളതാണ് നിയമവകുപ്പ് പരിശോധിക്കുന്നത്. അത്തരത്തിൽ നിലവിൽ നിലനിൽക്കുന്ന നിയമത്തിന് വിരുദ്ധമല്ലാത്ത ഏതെങ്കിലും പരാമർശമുണ്ട്, അല്ലെങ്കിൽ വിരുദ്ധമായ ഏതെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനോ അല്ലെങ്കിൽ അത് ചെറിയ മാറ്റം വരുത്താനുള്ള നിർദ്ദേശം നിയമവകുപ്പ് നൽകും. അല്ല എങ്കിൽ നേരെ മറ്റു മാറ്റങ്ങളൊന്നുമില്ല എങ്കിൽ നേരെ ആരോഗ്യവകുപ്പിന് ഇത് കൈമാറും. ആരോഗ്യവകുപ്പ് ക്യാബിനറ്റിൽ എത്തിച്ച് ഇത് പാസ്സാക്കിയെടുക്കുക എന്നുള്ള നടപടിയാണ് ഇനി ബാക്കിയുള്ളത്. എന്തായാലും ഡോക്ടർമാർക്ക് നൽകിയ വാക്ക് അത് കൃത്യമായി പാലിക്കാൻ വേണ്ടി വേഗത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതേസമയം വന്ദനയുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അത് ഡോക്ടർമാർ, അതായത് DME നടത്തിയ അന്വേഷണമാണ് പൂർത്തിയായിട്ടുള്ളത്. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം മറ്റൊരു ഭാഗത്ത് നടക്കും. പക്ഷേ പ്രാഥമികമായി ഡ്യൂട്ടി ഡോക്ടർക്ക് പിഴവുകൾ സംഭവിച്ചു എന്ന് വന്ദനയുടെ സുഹൃത്തുക്കൾ അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹൗസ് സർജന്മാർ ആരോഗ്യമന്ത്രിയെ കണ്ടപ്പോൾ പരാതി ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് DMEയുടെ നേതൃത്വത്തിൽ പ്രാഥമിക ഒരു പരിശോധന നടത്തിയത്. ഇതിൽ അത്തരത്തിൽ പ്രൊസീജിയർ വീഴ്ച, അതായത് പ്രധാനമായി ആരോപണം ഉന്നയിച്ചിരുന്നത് വന്ദന മാത്രമായിരുന്നു പ്രതിയെ പരിശോധിക്കാനുണ്ടായിരുന്നത്. അത്തരത്തിൽ ആരെങ്കിലും എത്തിക്കുമ്പോൾ ഒരു സീനിയർ ഡോക്ടർ തന്നെയായിരിക്കണം പരിശോധിക്കേണ്ടത് എന്നുള്ള മാനദണ്ഡം ഇവിടെ പാലിച്ചില്ല എന്നായിരുന്നു പ്രധാനമായി വരുന്ന പരാതി. എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. സീനിയർ ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ് വന്ദന പരിശോധിച്ചതും. തുടർന്ന് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് വന്ദന ബ്രീഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് സീനിയർ ഡോക്ടറെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അക്രമം നടന്നതും എന്നാണ് നിലവിലെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ മറ്റ് ആശുപത്രി ഡോക്ടർമാർക്കെതിരെ എന്തായാലും നടപടി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതേസമയം നിലവിൽ പുജപ്പുര സെൻട്രൽ ജയിലിലാണ് പ്രതി. ഇപ്പോൾ പ്രതി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ ഇന്ന് ഈ ഓർഡിനൻസിന്റെ കാര്യത്തിൽ കാര്യം പറയുകയാണെങ്കിൽ ഈ പെട്ടെന്നൊന്നും ഓർഡിനൻസ് എടുത്ത് വരാറില്ല. ഭയങ്കര കടമ്പകളൊക്കെ ഉമേഷ് സൂചിപ്പിച്ച പോലെ കടമ്പകളൊക്കെ കടന്നാണ് വരാറ്. പക്ഷേ നിലവിൽ വന്ദനാദാസിന്റെ കൊലപാതകം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കൊടുത്ത ഉറപ്പുണ്ട് പെട്ടെന്ന് തന്നെ ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന്. അത് കൊണ്ടുവന്നില്ലെങ്കിൽ സമരത്തിലേക്കാണ് IMAയും KGMOയും നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരുപാട് ദൂരമുള്ള വാർത്തയാണെന്ന് തോന്നുന്നു. രഞ്ജിന്റെ ഭാഗത്തുനിന്ന് ചെളിയൊന്നും വരുന്നില്ല എന്ന് പറയുന്നു. നമുക്ക്